എന്ന തിരൂർ അഥവാ തിരുമേനിയുടെ ഊര് പിൽക്കാലത്ത് തിരൂർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. തിരൂർ അടങ്ങുന്ന പ്രദേശങ്ങൾ പണ്ടുകാലത്ത് ക്ഷത്രിയ വംശജരായ തിരുമേനിമാരുടെ അധീനതയിലുള്ള വെട്ടത്തുനാടായിരുന്നു. വെട്ടത്തുനാട് രാജാക്കന്മാരായിരുന്നു ഇവിടെ ഭരണകർത്താക്കൾ. സാംസ്കാരിക പൈതൃകത്തിലും മലയാള തനിമയിലും പാണ്ഡിത്യത്തിലുമുള്ള കേരളത്തിലെ ഒന്നാം സ്ഥാനം തന്നെ അർഹിക്കുന്ന ഒരു പ്രദേശമാണ് തിരൂർ. വിദ്യാഭ്യസിക്കാൻ മുൻകാലങ്ങളിൽ ഈ പ്രദേശത്ത് മാത്രമേ പഠനക്കളരികളും സൗകര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. മതപഠനത്തിനായി തലക്കെടുത്തൂർ, കൂട്ടായി, പറവണ്ണ എന്നീ പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രഗത്ഭ പണ്ഡിതന്മാർ ദർസുകൾ നടത്തിയിരുന്നു. AD 15-ാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ ഇവിടെ നിരവധി എഴുത്തുകളരികൾ നിലനിന്നിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. പ്രശസ്ത കവികൾ, സാഹിത്യകാരന്മാർ, കലാകാരന്മാർ തുടങ്ങി തിരൂരിന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ഇളം തലമുറകൾ തിരൂരിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്നു. തിരൂരിന്റെ പുരാതന വഴികളിലൂടെ നടന്നുപോയവർ തങ്ങളുടെ രൂപഭംഗിയും മനോഹാരിതയും സൂക്ഷിച്ച് കാലത്തിന്റെ പുതിയ അലങ്കാര ശൈലികൾക്കും സ്വയം മനസ്സു തുറന്നവരായിരുന്നു. ഇന്ന് സമ്പത്തിലും സംസ്കാരത്തിലും അറിവിലും കേരളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽപ്പെട്ട ഒന്നാണ് തിരൂർ. വർഗീയ വികാരങ്ങൾ വിതക്കാൻ ചിലർ ശ്രമിച്ചെങ്കിലും നാടിന്റെ നന്മയ്ക്കു വേണ്ടി ഇവിടുത്തുകാർ വർഗീയതയെ പടിപ്പുരക്ക് പുറത്തു നിർത്തി മതസൗഹാർദ്ദം സ്ഥാപിച്ച് നിരവധി തവണ മാതൃക കാണിച്ചിട്ടുണ്ട്.